കേരളത്തിൽ മതേതരത്വ CPM പറയുമ്പോഴും ഇടയ്ക്ക് അവർ അവരുടെ തനി സ്വഭാവം കാണിക്കും. ഇന്നലെ രാത്രിയും കരോൾ സംഘത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും അടക്കമാണ് പരിക്ക്. പക്ഷെ അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. അതെന്താണ്? അത് താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. കേരളത്തിലെ ഡിവൈഎഫ്ഐക്കാർ ആക്രമണം നടത്തിയാൽ ഒരു ചാനലും ചർച്ചയ്ക്ക് കിടക്കുന്നില്ല. കാരണം ചാനലിരിക്കുന്ന എല്ലാ സീനിയർ ആൾക്കാരും SFIയിൽ നിന്നും ഡിവൈഎഫ്ഐയിൽ നിന്നും ഉത്തരവാദിത്വം എടുത്ത് ജോലി കിട്ടിപ്പോയപ്പോഴൊക്കെ ഉള്ള ആൾക്കാരാണ്. ഉദാഹരണത്തിന് ഏഷ്യാനെറ്റിൻ്റെ കോർപ്പറേറ്റ് മുതലാളി എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സാറാണ്. അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറണ്ടെന്ന് പറഞ്ഞ് ഒരു കാര്യത്തിലും അദ്ദേഹം തലയിടാറില്ല. പക്ഷേ വർക്ക് ചെയ്യുന്ന അത്രയും SFIയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ നിന്ന് ജയിച്ചിട്ടുള്ള ചെയർമാന്മാരും ലൈബ്രറി കൗൺസിൽ മെമ്പർമാരും ആൾക്കാരൊക്കെയാണ്, പല ലേഖകന്മാരും. പക്ഷേ അദ്ദേഹം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എക്യുപ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. വരുന്ന വാർത്തകളെല്ലാം BJPക്ക് എതിരായിട്ടുള്ള വാർത്തകളാണ്. കാരണം ഇത്തരത്തിലുള്ള എംപ്ലോയീസ് എല്ലാം SFI, DYFI, CPM കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഡൽഹിയിൽ തന്നെ എടുത്ത് നോക്കാം, പല ലേഖകന്മാരുണ്ട്. പ്രശാന്ത് രഘുവംശം, നേരത്തെ ഒരു ലേഖനം ഉണ്ടായിരുന്നു, ഇപ്പം നേരെ ചാടി നമ്മുടെ കൈരളിയിൽ പോയി. അപ്പോൾ ഈ ആലപ്പുഴ നടന്ന സംഭവം വളരെ ലഘൂകരിച്ച് കാണേണ്ട സംഭവമല്ല. അത് DYFI RSSകാരോ BJPയോ യുവമോർച്ചക്കാരായിരുന്നെങ്കിലോ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഇപ്പം മെഴുകുതിരി കത്തിപ്പ്, ഏകദേശം എന്തിനേറെ പറയുന്നത്, പുണ്യവാളൻ ജീസസ് ക്രൈസ്റ്റിൻ്റെ എല്ലാ പള്ളികളിലും അവരിപ്പോൾ ധർണകൾ നടത്തിയിരുന്നു, അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഈ ആലപ്പുഴ ചാരിമൂട് 2 ക്ലബ്ബുകൾ തമ്മിൽ കരോൾ സംഘം ഇറങ്ങിയപ്പോൾ തർക്കമുണ്ടായി. അത് അവിടുത്തെ ചർച്ചിലുള്ളവരും KCOF കത്തോലിക്ക യുവജന സഭയെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. ഞങ്ങളിൽ മതങ്ങളില്ല എന്ന് പറയുന്ന ഈ DYFI, മാനവരക്തമുള്ള DYFIക്കാർ എന്തിനാണ് ചർച്ചിൻ്റെ കരോൾ സംഘത്തിലൊക്കെ പോയി ബഹളങ്ങളുണ്ടാക്കുന്നത്? അപ്പോൾ ഇത് അത്ര ഒറ്റപ്പെട്ട സംഭവമല്ല, ചെറിയ സംഭവം. എന്താണ് ഈ കേരളത്തിൽ നടക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് ഒറ്റപ്പെട്ട സംഭവമായി മാറും. പക്ഷെ ഉത്തരേന്ത്യയിൽ നടക്കുമ്പോൾ ആ സ്ഥിര സംഭവമാണ്. അല്ല, ഉത്തരേന്ത്യ മാത്രമല്ല, പാലക്കാട് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ നടന്നത് RSSൻ്റെ ആൾക്കാരെ തലയിൽ കെട്ടി വയ്ക്കാൻ ശ്രമിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ തിരക്കിയപ്പോൾ RSSകാരോ BJPക്കാരോ അല്ല. കാരണം അവിടെ നഗരസഭയിൽ ഏറ്റവും ഒന്നാമത്തെ കക്ഷി BJPയാണ്. എവിടെ സംഭവം നടന്നാലും അത് കംപ്ലീറ്റ് RSSും BJPയാണ്. ഇവരെല്ലാം മതേതര സങ്കല്പമുള്ള പാർട്ടികളാണ്. ഉദാഹരണത്തിന് ലേഖകൻ സൂചിപ്പിച്ച പോലെ ഒന്ന് ചിന്തിച്ചു നോക്കണം. DYFIയുടെ ഉപജ്ഞാതാവും രക്ഷകനും ഫാദറും എല്ലാമായിരുന്നു ശ്രീ MP രാഘവൻ. ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ അദ്ദേഹമാണ്, ബീജഭാവം നൽകിയത്. അദ്ദേഹം കൂത്തുപറമ്പിൽ പോയപ്പോൾ വെടിവെപ്പ് നടന്നു, കുറച്ച് പേര് മരിച്ചു. അവർ പാടിക്കൊണ്ടെങ്കിലേ പുഷ്പനെ അറിയാമോ, ഈ നമ്മുടെ പുഷ്പനെ അറിയാമോ. ഇത്തരം പുഷ്പനെയൊക്കെ വളർത്തിയെടുത്തത് ശ്രീമാൻ MP രാഘവനാണ്. ആ വെടിവെപ്പ് ഒരു പോലീസിന് ഭരണകർത്താവ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണമെന്ന് ഭരണഘടനയെ പറഞ്ഞിരിക്കുന്നത് ചെയ്തു. പക്ഷേ മനഃപൂർവ്വം അവിടെ ബഹളം ഉണ്ടാക്കി ഈ 7 രക്തസാക്ഷികളെ അവർ സൃഷ്ടിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരം നടത്തി അധികാരത്തിൽ വന്നു. ആ രാഘവനെ വെട്ടാമൊട്ടിച്ചു കോഴിക്കോട് മാറാട് വെച്ച്, എന്തോ പ്രശ്നത്തിന് വേണ്ടി, വർഷം എനിക്ക് ഓർമ്മ വരുന്നില്ല. രാഘവൻ ഓടി അഭയം പ്രാപിച്ചത് എവിടെയാണ്? തലശ്ശേരി കാര്യാലയത്തിലാണ്. തലശ്ശേരി പ്രശ്നം നടന്നിടത്ത കാര്യാലയത്തിനകത്ത്, താലൂക്ക് കാര്യാലയത്തിനകത്ത്. രാഘവൻ അന്ന് RSSനെ മനസ്സിലാക്കി, ഇതാണ് RSS എന്നുള്ള സംരക്ഷണം കൊടുത്തു. കാര്യാലയത്തിൻ്റെ അടുത്ത് സഖാക്കൾ ഓടിയെത്തിയില്ല, DYFIക്കാർ വന്നില്ല. ഈ രാഘവൻ ഈ ഗാന്ധി പാർക്കിൽ നിന്ന് ഞാൻ പ്രസംഗം കേട്ടിട്ടുണ്ട്. 79, 80, 90, 85 കാലഘട്ടത്തിലൊക്കെ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കും, ഞാൻ കാർക്കിച്ച് തുപ്പുന്ന തുപ്പലിൽ ഒഴുകേണ്ട RSSകാരെ കേരളത്തിലുള്ളെന്ന് പറഞ്ഞ ശ്രീ MP രാഘവനെ അവസാനം അഭയം കൊടുക്കേണ്ടത് RSSൻ്റെ കാര്യത്തിലായിരുന്നു. ആ രാഘവൻ അവസാനം തെറ്റുകൾ മനസ്സിലാക്കി. രാഘവൻ മാത്രമല്ല, ഞാൻ ഒരു രാഘവനെ പറഞ്ഞതാണ്, പല രാഘവന്മാരും തെറ്റ് മനസ്സിലാക്കി.
അപ്പോൾ ഇവർ RSSനെ കുറിച്ച് വേറൊരു മുഖമാണ് കാണുന്നത്. ആ മുഖം കേരളത്തിലെ ജനത ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ മനസ്സിലായി. അപ്പം നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു ന്യൂനപക്ഷ സഹോദരങ്ങളെ ഉപദ്രവിക്കാൻ പറഞ്ഞിട്ടില്ല. അവർ പറയുന്ന തത്വസംഹിതയിൽ ഒന്നേ ഉള്ളൂ. RSSൻ്റെ തത്വസംഹിതയിൽ ഭാരതത്തിൽ ജനിച്ച് ഭാരതീയനായിട്ട് മരിക്കണം. അത് ക്രൈസ്തനാവാം, മുസ്ലിമാവാം, സിഖനാവാം, ജൈനനാവാം. ഒരു മതത്തെയും അധിക്ഷേപിക്കരുത്, ആക്രമിക്കരുതെന്നും അവർ പറയുന്നു. പക്ഷേ ഇതിനെ ഒന്നും തിരുത്തുവാൻ RSSൻ്റെ കേരളത്തിലെ ചീഫുകൾ പോകാറില്ല. കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ല. മനുഷ്യത്വവും മനസാക്ഷി എന്ന് പറഞ്ഞൊരു കാര്യം, തെറ്റ് ചെയ്തവർക്കല്ലേ അതിന് കുറ്റബോധമുള്ളൂ. അവർ തെറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് രാഘവനെപ്പോലെ രക്ഷയില്ലാത്ത ഈ സ്ഥലത്ത് മതന്യൂനപക്ഷങ്ങളെ ഉമ്മാക്കി കാണിച്ചു. അപ്പോൾ മാറാട് സംഭവം നടന്ന സമയം പല പ്രശ്നങ്ങളും നടന്നു. മുസ്ലിങ്ങളുടെ ഇടയിൽ കൊന്നൊടുക്കുന്ന പ്രസ്ഥാനമാണ്. പല മുസ്ലിം സഹോദരന്മാരും നമ്മളോട് ചോദിച്ചു. ഇന്ന് പല മുസ്ലിം സഹോദരന്മാരും BJPയിൽ വരുന്നുണ്ട്. അവിടെ മലപ്പുറത്ത് തന്നെ ഒരു വാർഡിലൊക്കെ ജയിച്ചിരിക്കുന്ന മുസ്ലിം സഹോദരിയാണ്. അപ്പോൾ ഇത്രയും കാലം കേരളത്തിനകത്ത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റുകൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആണ് BJP എന്ന് ഉമ്മാക്കി കാണിച്ചു കൊണ്ടുവന്നത് മാറി. അപ്പം ഉത്തരേന്ത്യയിലെ കരോൾ സംഘങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു. അവിടെ പ്രശ്നങ്ങളില്ല. ഇപ്പം UPയിലുള്ള നോവ എന്ന് പറയുന്ന സ്ഥലത്തൊരു കുട്ടി സംഭവം നടന്നു. ഇവിടെ അവർ രക്തസാക്ഷി മണ്ഡപത്തിലാണ് അതിൻ്റെ പ്രതിഷേധം നടന്നത്. ലക്നൗവിൽ അതില്ല. ലക്നൗവിൽ പ്രതിയെ പിടിച്ചു. ലക്നൗവിൽ നടന്നിട്ടുള്ള എല്ലാ UPയിലോ മധ്യപ്രദേശിലോ തൊട്ടടുത്ത ബീഹാറിലോ നടന്നിട്ടുണ്ട്. ഗുണ്ടകൾ രാജ്യം അവസാനിപ്പിച്ചത് BJPയാണ്. അവിടെ ഇവർ പറയും ബുൾഡോസർ മുഖ്യമന്ത്രിയാണ് എന്നാണ് യോഗിയൊക്കെ ആക്ഷേപിക്കുന്നത്. ആ ക്രിമിനലിനെ വകവരുത്തും. ഒരു കാലഘട്ടത്തൊക്കെ അവിടെ വോട്ട് പേപ്പറൊക്കെ എടുത്ത് ഇടിച്ച് ബൂത്തിൽ ജമീന്ദാർമാരാണ് വോട്ട് രേഖപ്പെടുത്തി പോണത്. ഇന്ന് സുതാര്യമായ ജനാധിപത്യ പ്രക്രിയ അവിടെ നടക്കുകയാണ്. ദ്രോഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ എല്ലാത്തിനും ഉത്തരേന്ത്യയിൽ നടക്കുന്ന, ഡൽഹിയിൽ കന്യാസ്ത്രീ ആക്രമണം നടന്നാലും എല്ലാം അവർ BJPയുടെ തലയിൽ കൊണ്ടിടുകയും ആഘോഷിക്കുന്നത് രക്തസാക്ഷി മണ്ഡപവും തിരുവനന്തപുരവും കേരളവും കംപ്ലീറ്റാണ്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഇവരെ ഒരു ഭീകര രീതിയാക്കി RSSനെയും BJPയെയും കാണിച്ചാൽ മാത്രമേ ന്യൂനപക്ഷ സഹോദരങ്ങളെ വോട്ട് കിട്ടുകയുള്ളൂ എന്നുള്ള വ്യാമോഹം ഇന്നവർ ആക്രമിച്ചിരിക്കുന്നു. അവിടെ ഈ ആക്രമിക്കാൻ കാര്യമെന്താ? ആ വാർഡിൽ ആലപ്പുഴ സൈഡിലെല്ലാം ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തതെന്നാണ് അവിടെ 1-2 സുഹൃത്തുക്കളുണ്ട് വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അവിടെ BJP ഇത്തരത്തിൽ അനുകൂലമുള്ള ഒരു കരോളും അവർക്ക് ഉള്ള ഭാരവാഹികൾ ഈശ്വരവിശ്വാസമില്ലാത്ത 2 കരോളുകളും വന്ന സമയത്ത് ഇനി അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ആലപ്പുഴയിൽ നടന്ന വോട്ട് പാറ്റൻ്റെ വർധന വരാതിരിക്കുവാൻ വേണ്ടി ആസൂത്രണമായിട്ട് ക്രിമിനൽസ് DYFIക്കാരെ കൊണ്ട് മുതിർന്ന നേതാക്കൾ ചെയ്യിപ്പിക്കുന്ന ഒരു നാടകമാണ് ആലപ്പുഴ സംഭവിച്ചത്. ഇത് ആലപ്പുഴ ഇതേ സംഭവം തന്നെ പാലക്കാട് നടന്നിട്ടുള്ളത്. അപ്പോൾ അത് നിഷ്പക്ഷമായ അന്വേഷണ ഉദ്യോഗസ്ഥർക്കത് അറിയാം. ഇനി ഇവിടെ ഇടതുപക്ഷത്തിനോ നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്ത് ഇവർ വിളിക്കുന്ന മുദ്രാവാക്യം പറവകൾ അന്തി ഉറങ്ങിയാലും ഡിഫിക്കാരൻ്റെ പദയാത്ര തീരില്ല. ഇരട്ട വിളക്ക പദയാത്രയാണ്. എന്തൊരു സുന്ദരമായ മുദ്രാവാക്യങ്ങളാണ്. മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിൻ്റെ നീറുന്ന പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ മുദ്രാവാക്യം വിളിച്ച് വെള്ളത്തൊപ്പിയും വെച്ച് മറ്റേ സമാധാനത്തിൻ്റെ പ്രാവ് പറക്കുന്ന കൊടിയും പിടിച്ചൊക്കെ പദയാത്രകൾ ചെയ്യുന്നത്. ഇന്നെന്ത് പദയാത്ര അവർ ചെയ്യാത്തത്? ഇന്ന് ആ മുദ്രാവാക്യങ്ങൾ അവരെവിടെ പോയി? SFIയുടെ മുദ്രാവാക്യം സോഷ്യലിസം, ജനാധിപത്യം, സർവാധിപത്യം, ആ ചെഗുവേരയുടെ പടവും കാണിച്ച് ക്യാമ്പസുകളെല്ലാം ഇന്ന് അക്രമ രാഷ്ട്രീയ ക്യാമ്പസുകൾ. ധനുവച്ചരം കോളേജിനകത്ത് എന്താണ്, SFIയുടെ പിള്ളേർ അവിടെ മെറ്റീരിയൽ സ്പെയർ പാർട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇരുമ്പുരുക്കെടുത്തിട്ട് വാളുണ്ടാക്കുന്നു. കോളേജ് ക്യാമ്പസുകൾ. അവിടുത്തെ പ്രിൻസിപ്പാൾ എതിർത്തപ്പോൾ അദ്ദേഹത്തിന് വധഭീഷണി. യൂണിവേഴ്സിറ്റി കോളേജിൽ അറിഞ്ഞൂടെ, പഠിക്കുന്നിടത്ത് ചെഗുവേരയുടെ ഇതും വരച്ച് അതിനകം MDMA ബിസിനസ്സും കഞ്ചാവുകളുമാണ്. ഇന്ന് കേരളത്തിലെ ഒരു കാലഘട്ടത്ത് കേരളത്തിലെ വിദ്യാർത്ഥി കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അഭിമാനിക്കുന്ന സർവകലാശാലയാണ്. ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ഫ്ലുവൻറ്റിൽ എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള നല്ല, എവിടെ പോയാലും നല്ല സിവിൽ സർവീസിലൊക്കെ CUT എക്സാമിൽ പോയ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നത് മലയാളികളാണ്. അഭിമാനമാണ്. രാജു നാരായണസ്വാമി, ബാലകൃഷ്ണ സാറിൻ്റെ മരുമായി, ഇങ്ങനെയുള്ള
IAS, IPS. ഇന്ന് എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഉണ്ടോ കേരള യൂണിവേഴ്സിറ്റിയിൽ? അപ്പോൾ നല്ല ഇന്ന് ഡൽഹിയിലുള്ള പല സുഹൃത്തുക്കളും നമ്മളുമായിട്ട് ആശയവിനിമയം ചെയ്യുമ്പോൾ CUT പ്രൊഫസർമാർ പറയും, ഒരു ഇൻ്റർവ്യൂവിന് അഭിമുഖം ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡിനെതിരെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് സംവദിക്കുമ്പോൾ ഇംഗ്ലീഷിൽ സ്റ്റാൻഡേർഡ് കുറവ്. കേരള ഇവിടെ പഠിച്ചില്ല എങ്കിൽ ശരി, SFIയുടെ ലീഡറായാൽ മതി, സർട്ടിഫിക്കറ്റ് കിട്ടും. കണ്ടിട്ടില്ലേ പല സംഭവങ്ങളും? അപ്പോൾ അങ്ങനെ ക്യാമ്പസ് കംപ്ലീറ്റ് ഈ രീതിയിലാക്കി മാറ്റി. കേരളം കംപ്ലീറ്റ് യുവജനങ്ങൾക്ക് തൊഴിലില്ല. ഇവർ ഇത്രയും കാലം പ്രസംഗിച്ച് കിടന്നു, 3 ടേം വരും, അടുത്ത 3ാമത്തും വരുമെന്ന് പറയണു. ഈ 2 ടേം കൊണ്ട് എത്ര യുവാക്കൾക്ക് ഇവർ പറയുന്ന ജോലി ഇവിടെ കിട്ടി? DYS എന്ന് പറയുന്ന പ്രസ്ഥാനം ഒന്ന് ആത്മപരിശോധന നടത്തണം. അപ്പോൾ ഇത്തരം BJPകൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അക്രമം കാണിച്ച് ജനങ്ങളുടെ ഇടയിൽ BJPയെ ഭീരുവാക്കി കാണിക്കുവാൻ ശ്രമിക്കുന്ന ഈ കുട്ടി സഖാക്കൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. എത്ര ഈ 2 ടേമിലും ഇന്ന് ഏകദേശം 68 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവാക്കളാണ് ഇവിടെ തൊഴിലിന് വേണ്ടി തെണ്ടുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഒരു ബൈക്ക് എടുത്ത് MDMA ബിസിനസ് നടക്കുന്നത്. ഇന്ന് സർവകലാശാലകൾ പലതും MBBS പഠിച്ചിറങ്ങുന്നു, MBA പഠിച്ചിറങ്ങുന്നു. കുറേ സഖാക്കൾ പയ്യന്മാരെ MDMA വിദ്യാഭ്യാസം കൊടുത്തിറക്കുകയാണ് അവരുടെ സർവകലാശാലയിൽ കൂടി. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നും അടിമകളായിക്കൊണ്ടിരിക്കുന്നു. അവർക്കിന്ന് മദ്യവും മയക്കുമരുന്നും കൊടുക്കാതെ പ്രവർത്തിക്കുവാൻ പിള്ളേരെ കിട്ടാത്ത കാലമാണ്. ഒരു സമ്മേളനം നടന്നാൽ അതിൻ്റെ ഒരുപാട് പൊളിച്ചു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പല പയ്യന്മാരും അതിൽ അകപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വന്നവർ പറയുന്ന കഥകളാണ്, നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ മയക്കുമരുന്നിന് ഏറ്റവും കൂടുതൽ പഞ്ചാബായിരുന്നു. അതിന് അവിടെ നിന്ന് സിനിമ വരെ നിന്ന് ഉർദിക് പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സിനിമ വരെ എടുത്തു. ഇന്ന് പഞ്ചാബിനെക്കാളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് കേരളത്തിലാണ് മയക്കുമരുന്ന് കുട്ടികൾ. കണ്ടില്ലേ തൊട്ടടുത്ത മാനവം വീതി എന്ന് പറഞ്ഞ് സാംസ്കാരിക നായകന്മാരാണ് അത് പറഞ്ഞത്. മാനവം വീതിയല്ല, മാനക്കേട് വീതിയാണ്. അവിടെ നല്ല ഫാമിലിയായിട്ട് പോയിരിക്കുവാൻ പറ്റുകയില്ല. അഴിഞ്ഞാട്ടങ്ങൾ, അതേപോലെ തിരുവനന്തപുരത്തിൻ്റെ പല നഗരങ്ങളും. അപ്പം ഈ കേരളത്തിലെ യുവാക്കൾ ഈ രീതിയിലേക്ക് ആകുവാൻ കാരണം ഇവിടുത്തെ പ്രബല ഭരണകക്ഷിയുടെ യുവജന പ്രസ്ഥാനമാണ്. അത് പല അമ്മപങ്ങന്മാർക്കും അച്ഛന്മാർക്കും അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ BJPയുടെ ജനശക്തി കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമുക്കറിയാം, നമ്മളെ തൊട്ടടുത്ത കരമനയുടെ അടുത്ത് കാലടിയിൽ നടന്നൊരു സംഭവം. അതിൽ പാർട്ടിയുടെ ആൾക്കാർക്ക് ബന്ധമുണ്ട്. സ്വന്തം അമ്മയെ മയക്കുമരുന്നിന് പൈസയ്ക്ക് കൊടുക്കാത്തതുകൊണ്ട് ഹാമർ എടുത്ത് തലക്കടിച്ച് കൊന്നത്. ഒരു പയ്യനെ പിടിച്ചുകൊണ്ട് പോയി ബ്ലൈഡിട്ട് ശരീരമെല്ലാം വലിച്ചു കീറിയത്. ഈ പോക്ക് കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ സെമിനാറില്ല, പ്രബന്ധമില്ല, ചർച്ചയില്ല, ഒന്നുമില്ല. ഇവിടുത്തെ ഏക ചർച്ച നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഭരണം മോശമാണ്, ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല. അവിടെ അവരുടെ തന്നെ പല സംഘടനകളുണ്ട്, പുരോഗമന കലാ സാഹിത്യ സംഘം. അതെല്ലാം തെരുവ് നാടകങ്ങൾ നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ, ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ വിഭവത്തിനെതിരെ ഇവർക്ക് സമരങ്ങളൊന്നുമില്ല. ഇത് കേരളത്തിലെ പ്രബുദ്ധരായ ജനത മനസ്സിലാക്കി. ഇതൊരു ഉഡായിപ്പ് രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം അവർക്ക് ബംഗാൾ പോയി നീണ്ട 4-5 ടേം അവിടെ ഇപ്പം CM ഇവിടെ ഭരിക്കുന്നത് പോലെ ഭരിച്ചുകൊണ്ടാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ, ജ്യോതി ബാസു, അതുപോലെ തൊട്ടടുത്ത് 15 വർഷം ഭരിച്ച മണിക് സർക്കാർ ത്രിപുര. അടുത്ത് ഇവിടുത്തെ ഊഴം ആണ് എന്ന് ഇവർക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരളത്തിലെ നമ്മുടെ സ്ഥലം വർഗീയ മേമികളും കുർദികളും തമ്മിൽ സമരം നടന്ന മണിപ്പൂരിലെ മണിപ്പൂർ പോലെ ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലായി. കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികൾക്ക് അത് മനസ്സിലായി. മതന്യൂനപക്ഷങ്ങളെ ഉമ്മാക്കി കാണിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലായി. കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അനുകൂലമായിട്ട് BJPക്ക് വിധി എഴുതിയതിൻ്റെ ഒരു ഭീതി പരത്തുക എന്നുള്ളത് അവരുടെ യുവജന വിഭാഗത്തെ ഏൽപ്പിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ആലപ്പുഴ ചാരിമൂട് ഇന്നലെ നടന്ന സംഭവം. അതിലെ DYFIക്കാർ പ്രതികളായത്. ഇതുവരെയും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതേസമയം മറ്റുള്ള പ്രതികളാണെങ്കിൽ ആ വീട് ചവിട്ടി കയറി തുറന്ന് അമ്മ പങ്കമാരെ അവമാനിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ഇതുവരെയും പ്രതികളെ
ഒന്നും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൽ നടത്തുന്ന ഒരു ന്യൂനപക്ഷ അക്രമം ഭാരതീയ ജനതാ പാർട്ടിയുടെ തലയിൽ കൊണ്ടിടുവാൻ വേണ്ടി ഇത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. മതന്യൂനപക്ഷങ്ങളായ സഹോദരങ്ങൾ അത് ചിന്തിച്ച് ഇത്തരം തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്ന പോലെ അസംബ്ലിയിലും ജനം വിധിയെഴുതും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് അവർ മനസ്സിലാക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.